നമുക്ക് ആ ദൈവവചനത്തിനകത്തേക്ക് കയറാം. ദൈവത്തിൻ്റെ സ്വസ്ഥത എന്നുള്ള ഒരു വിഷയമാണ് ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലായി. ഈ ഒരു സത്യത്തിൻ്റെ തുറന്നെഴുത്തുകൾ ഒരുപാട് ദൈവദാസന്മാർ, അപ്പോസ്തലനായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, ദാവീദ്, മോശ, ശൗമേല്, ആദിയായുള്ള എല്ലാ എഴുത്തുകാരും ഇതിൻ്റെ വിശദീകരണങ്ങളെ, വെളിപ്പാടുകളെ, ആശയങ്ങളെ തുറന്നു കൊണ്ടുവന്നിട്ടുണ്ട്. എഴുതിയവർക്ക് എത്ര പേർക്ക് മനസ്സിലായില്ലെങ്കിലും എഴുതാൻ കാരണമായ പരിശുദ്ധാത്മാവ് ബൈബിളിലുടനീളം ഈ വിഷയത്തെ നന്നായി ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹബോധത്തോടെ ദൈവവചനത്തിലേക്ക് ഹൃദയത്തെ കൊണ്ടുവരാമെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാനും അതിനകത്ത് ദൈവം മറച്ചിട്ടിരിക്കുന്ന ദൈവിക നന്മകളെ സ്വീകരിപ്പാനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുവാനിടയായിത്തീരും. കുറിവാക്യമായി നമുക്ക് അതിൻ്റെ 2-3 വാക്യങ്ങൾ ചേർന്ന് വായിക്കാമോ? 2-ാം വാക്യം, 3-ാം വാക്യം, 4-2-3. അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തെ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. വായിച്ച കുറുവാക്യത്തിൻ്റെ അവസാനം നാം കാണുന്നത് ലോക സ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തല്ലോ. 2 വേദഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ 3-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതപ്പെട്ടിട്ടുള്ളത്. ഏതാണ് ആ ഭാഗമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നുകൂടി ഒന്ന് പുറകോട്ടിറങ്ങി പറയാൻ ആഗ്രഹിക്കുന്നു. അതിലേക്കുള്ള വാഗ്ദാനം അല്ലെങ്കിൽ വാക്തത്വം, സ്വസ്ഥതയിലേക്കുള്ള വാഗ്ദാനം ഇന്നും അത് അവശേഷിക്കപ്പെട്ട അനുഭവം, ആ വിഷയത്തോട് ബന്ധപ്പെട്ട് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം ഹൃദയത്തെ തടിച്ച മനസ്സുള്ളവരാക്കി വെച്ചിരിക്കുന്നവരുടെ അനുഭവങ്ങൾ, ആ വചനം അല്ലെങ്കിൽ വാക്തത്വം, സ്വസ്ഥതയിലേക്കുള്ള വാക്തത്വത്തിന്റെ വചനം കേട്ടിട്ട് വിശ്വസിക്കാത്തവർ, വിശ്വസിച്ചവർ, അനുസരിച്ചവർ, അതിനെ ഗ്രഹിച്ചവർ, അനുഭവിച്ചവർ, അതിനെ കൂടുതലായി മനസ്സിലാക്കാൻ ആഗ്രഹിച്ചവർ എങ്ങനെ അതിലേക്ക് പ്രവേശിക്കാം, അതിനുള്ള സാധ്യത എന്ത്, ഈ വിഷയങ്ങളെല്ലാം ഈ ഒരൊറ്റ അധ്യായത്തിനകത്തേക്ക് എഴുത്തുകാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാം വായിച്ച കുറുവാക്യത്തിൻ്റെ അവസാനത്തേക്ക് പോവുകയാണ്. ഈ വിഷയത്തിനകത്ത് സ്വസ്ഥത എന്ന, ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശ്രാമം എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ പലരും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നിത്യത എന്നാണ്. അവസാനത്തെ ഒടുക്കത്തെ മരണം ആയ ശാരീരിക മരണത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ വിശ്രമത്തിലേക്ക് അവൻ പോകുന്ന ഒരു ഭാഗമാണ് എന്ന് പലരും തെറ്റായി ചിന്തിക്കുന്നു. അങ്ങനെയല്ലത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രവേശിക്കുകയും ആ പ്രവേശനത്തിലൂടെ ഈ സ്വസ്ഥതയ്ക്കകത്ത് പറയുന്ന യഥാർത്ഥ ആശ്വാസം, യഥാർത്ഥ സമാധാനം, യഥാർത്ഥ സ്വസ്ഥത, യഥാർത്ഥ നന്മ സ്വീകരിപ്പാൻ ഉള്ളതാണ് എന്ന് ഈ വചനം സത്യം പറയുകയാണ്. ആമേൻ. എന്താണ് ആ സ്വസ്ഥതയെന്നും അതിൻ്റെ ആഴത്തിൽ നിന്ന് വളരെ സാവധാനത്തിൽ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇതിൻ്റെ വെളിപ്പാടുകളിലേക്കും പഴയ നിയമത്തിൽ ഇത് കേട്ടവരും അനുസരിക്കാതെ പോയവരും അനുസരിച്ചവരുമായവരുടെ പട്ടികകളിൽ ഞാൻ ആത്മാവിൽ പഠിക്കുമ്പോൾ ഈ സഭയോടുള്ള ബന്ധത്തിലുള്ള ഒരുപാട് ദൂതുകളെ എനിക്ക് ദൈവവചനത്തിൽ നിന്ന്
വളരെ ശക്തിയോടെ ഗ്രഹിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ആഴത്തിൽ തന്നെ അങ്ങനെ തന്നെ തുറന്നു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ദൈവവചനത്തിനകത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഏകോപിപ്പിക്കുമാറാകട്ടെ. നാം വായിച്ച കുറുവാക്യത്തിന്റെ അവസാനം കിടന്ന വാക്ക് ഇങ്ങനെയായിരുന്നു: ലോകസ്ഥാപനത്തിങ്കൽ. ഏതാ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് നാം എത്തപ്പെടുമ്പോൾ ഈ വാക്യത്തിന്റെ വെളിപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ലോകസ്ഥാപനത്തിങ്കൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നാം കാണുന്ന ഭാഗം യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം വലിയൊരു സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു ഭാഗമാണെന്ന്. പ്രത്യേകിച്ച് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ അത് ചിന്തിക്കുമ്പോൾ നാം കാണുന്നത് ദൈവം ഓരോന്നിനെ സൃഷ്ടിക്കുക. എങ്ങനെയാ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, ഇന്നും ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ ഭൂമിയിലുള്ളത്, ഭൂമിക്ക് പുറത്തുള്ളത്, ഈ പ്രപഞ്ചത്തിലുള്ളത്, ഈ കാലത്തിലുള്ളത്, സമയത്തിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് രാമൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. സകലതും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ മറ്റൊന്നും ഉളവായിട്ടില്ല. ഹല്ലേലൂയ. ഒന്നിൽ നിന്ന് മറ്റൊരു രൂപഭാവത്തിലേക്ക് കൊണ്ടുവരാനേ മനുഷ്യന് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ദൈവവചനം, വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറയുന്ന ദൈവവചനം എന്ന് പറയുന്ന ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഞാനത് ആഴമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കിനകത്ത് കിടക്കുന്ന നിർമ്മിതി നമ്മുടെ ചർച്ചിനകത്തും വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇല്ലാത്തതിന് ഉള്ളതുപോലെ ഉണ്ടാക്കാൻ കഴിയുന്നവൻ നമ്മുടെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. അവനിതിരെ വാക്കായും വാചകമായും വ്യക്തിയായും വെളിപ്പാടായും ദൈവീയ അനുഗ്രഹമായും ഇതിനകത്ത് തുടർന്നുകൊണ്ടിരിക്കുക. വിഷയത്തെ ഞാൻ വിടുകയാണ്. ദൈവത്തിന്റെ വചനമാ ഈ ലോകത്തിലുള്ള സകലത്തെയും, ലോകത്തിന് പുറത്തുള്ള സകലത്തെയും നിർമ്മിക്കുവാനിടയായി തീർന്നത്. അതിൻ്റെ അടുക്കടുക്കായുള്ളൊരു പട്ടിക ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം ദിവസം കാണുന്നു. 1-ാമത്തെ അധ്യായത്തിനകത്ത് കാണുന്നു. 1-ാം ദിവസം ദൈവം ഉണ്ടാക്കിയിട്ട് അതിനെ നല്ലതെന്ന് പറഞ്ഞു. 2-ാം ദിവസം ഉണ്ടാക്കിയിട്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്നതിനെ നോക്കി നല്ലതെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായതിനെ നോക്കി നല്ലതെന്ന് പറഞ്ഞു. 4, 5, 6 ദിവസങ്ങളിൽ ഉണ്ടാക്കിയതെല്ലാം നോക്കി ദൈവം നല്ലതെന്ന് പറഞ്ഞു. ആമേൻ. ദൈവം ഉണ്ടാക്കിയതെല്ലാം നല്ലതാ. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഉണ്ടാക്കിയതെല്ലാം ദൈവത്തിൻ്റെ മനുഷ്യന് വേണ്ടിയായിരുന്നു. ദൈവം മനുഷ്യന് വേണ്ടി ഒന്നും അല്ലെങ്കിൽ മനുഷ്യന് കൊള്ളാവാത്തതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതെല്ലാം നല്ലതായിരുന്നു. ഒന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ എല്ലാം നല്ലതിനായി സ്തോത്രം. ആമേൻ. എന്നാൽ ഈ ഭൂമിയിൽ ഹല്ലേലൂയ പലതും നമുക്ക് നല്ലതായിട്ട് കാരണമായി തീരാത്തതിൻ്റെ കാരണം അതിനിടയിൽ മനുഷ്യന് സംഭവിച്ച അപജയമാകുന്ന പാപമെന്ന് പറയുന്ന അനുഭവമാണ്. ആമേൻ. പക്ഷേ ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അതേ നല്ല അനുഭവങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. പാപത്തിൻ്റെ പരിണിതഫലമായി മുള്ളും പറക്കാരെയും ഭൂമിയിൽ ജനിക്കപ്പെട്ടതുപോലെ എപ്പോഴൊക്കെ മനുഷ്യൻ പാപം ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്യുമ്പോൾ മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ ഭൂമിയുടെ സമ്പത്ത് മനുഷ്യന് വിരോധമായി തീരാറുണ്ട്. ആമേൻ. പക്ഷെ വിശ്വസിച്ചവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ കരുതലായി ഭൂമി ഇന്ന് നിലനിൽക്കുകയാണ്. നാളെ എന്ന വിഷയം നമ്മുടെ മുമ്പിൽ ആകുലപ്പെട്ട് നമുക്ക് വേണ്ടി നന്മകൾ ഒരുക്കുവാൻ വേണ്ടി ദൈവം നല്ലതായി നിർമ്മിച്ചത് ഇന്നും നമുക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. നല്ല ആമേൻ പറയട്ടെ. ഞാൻ ഈ വചനത്തിലേക്ക് പടിപടിയായിട്ട് കയറി വരികയാണ്. നിങ്ങളുടെ ഹൃദയം അതിനകത്ത് കയറി നിൽക്കട്ടെ. അങ്ങനെ 6 ദിവസം ദൈവം ഉണ്ടാക്കിയതെല്ലാം നല്ലതായിരുന്നു. 1-ാം അധ്യായം ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ബൈബിളും നിങ്ങളുടെ മനസ്സും കണ്ണുകളും ഒരുമിച്ച് വരിക. നമുക്ക് ആ വിഷയത്തിൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ച് ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 1-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അതൊക്കെയും അതെത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസായി. ആമേൻ. കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളിലും ദൈവം അല്ലെങ്കിൽ മോശ എഴുതി അവസാനിപ്പിച്ചപ്പോൾ
ദൈവം പറഞ്ഞിട്ട വാചകം കൃത്യമായിരുന്നു. എന്തായിരുന്നു? സന്ധ്യയായി ഉഷസായി. ആ ദിവസത്തെ 1-ാം ദിവസം സന്ധ്യയായി ഉഷസായി എന്ന് പറഞ്ഞ് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസത്തെ വാക്യമാണ് നാം വായിച്ചത്. അത് എത്രയും നല്ലതെന്ന് കണ്ടു, സന്ധ്യയായി ഉഷസായി 6-ാം ദിവസം. ആമേൻ. 7-ാം ദിവസത്തെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ 2-ാം അധ്യായത്തിനകത്ത് തുടരുകയാണ്. ഒന്ന് വായിച്ചെറുങ്കു, ആ ഭാഗം ഒന്ന് വായിച്ചു തുടരട്ടെ. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിർവൃതനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിർവൃതനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ആമേൻ. അവിടെ നാം കാണുന്നത് ആദ്യത്തെ പാറ്റേൺ നമ്മൾ കാണുന്നില്ല. അവിടെ സന്ധ്യയായെന്നോ ഉഷസായെന്നോ ഒന്നും നമ്മൾ കാണുന്നില്ല. 7-ാം ദിവസം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ആ ദിവസത്തിനൊരു പ്രത്യേകത ഇടുകയാണ്. ആ ദിവസം ദൈവം നിർവൃതനായി, ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിശ്രമിച്ചു. ഇതല്ലേ നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ വായിച്ച വാക്യം, ലോകസ്ഥാപനത്തിങ്കൽ. ആ വാക്യം ഒന്ന് വായിച്ചേ. മൂന്നാം വാക്യം. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. ഇവിടെ ഈ 2 വാക്യങ്ങളെ കൂട്ടിച്ചേർത്താണ് ഈ 3-ാം വാക്യം വരുന്നത്. നാം ഇപ്പോൾ വായിച്ച് തീർത്തൊരു ഭാഗം, തൻ്റെ പ്രവൃത്തികളെല്ലാം 6 ദിവസം കൊണ്ട് തീർത്ത ശേഷം ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിശ്രാമത്തിലേക്ക് പോയി കിടന്ന് ഉറങ്ങിയെന്നല്ല അതിൻ്റെ അർത്ഥം. താൻ ചെയ്ത പ്രവൃത്തികൾ അവസാനിച്ചു. ആ ദിവസം താൻ നിർവൃതനായി മനുഷ്യന് വേണ്ടിയിരുന്നു. ഹല്ലേലൂയ. ആ ദിവസത്തെ അനുഗ്രഹിച്ചു, ആ ദിവസത്തെ ശുദ്ധീകരിച്ചു. ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ശാബതുകാർ, അല്ലേ? അറിയാലോ, പഴയ നിയമത്തിൽ ഇതൊരു അനുഭവമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസമായി തന്നെ ആചരിക്കുന്നുണ്ട്, ശബത്ത് ദിവസം. ആ ദിവസം ഒന്നും തന്നെ ആരും ചെയ്യാൻ പാടില്ല. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കുക. നിങ്ങൾ ഈ വിഷയത്തെ നിങ്ങളുടെ അകത്തേക്ക് കയറ്റി 7-ാം ദിവസം. അപ്പൊ ദൈവം ഇട്ട ഒരു നിയമമാണ് പഴയ നിയമത്തിൽ. 6 ദിവസം ജോലി ചെയ്യുക. ഞാൻ ഇനി പറഞ്ഞു വരുമ്പോ ഇതിനകത്തേക്ക് കയറി വരുമ്പോ ഓരോ ചോദ്യമുണ്ട്. ഹല്ലേലൂയ. 7-ാം ദിവസം നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ശബത്ത് എന്ന വിഷയം ഞാൻ പ്രസംഗിച്ച് ഓർക്കുന്നുണ്ടോ? അത് വിട്ടുകളഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞ ഒരു വലിയ ദൂതുണ്ടായിരുന്നു. 7 എന്ന പട്ടികയ്ക്കകത്ത് വരുന്ന ബ്ലെസ്സിങ്ങുകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നോ? ഞാൻ പുറകോട്ട് തപ്പിയെ കാണാൻ പറ്റും, നമ്മുടെ ലൈവിൽ കിടപ്പുണ്ട്. അത് 7 എന്ന സംഖ്യകൾക്കകത്തൂടെ ശബത്തിന്റെ വെളിപ്പാടുകൾ ഏതോ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം ഇന്ന് തീരത്തില്ല, ഈ പ്രാവശ്യം ഞാൻ അതിൻ്റെ സാധ്യതകളെ എടുത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ആ വിഷയങ്ങളെ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു, തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് താൻ ഇറങ്ങി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 6 ദിവസം കൊണ്ട് ദൈവം മനുഷ്യന് വേണ്ടി എല്ലാം ഒരുക്കി. ഒന്ന് പറഞ്ഞ്, ദൈവം മനുഷ്യന് വേണ്ടി. നിങ്ങൾക്ക് പറയാം, ദൈവം എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇനി ഒന്നും പുതുതായിട്ട് ഒരുക്കാനില്ല, എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ മുണ്ടക്കയത്താണ് ജനിച്ചതെങ്കിൽ ആ മുണ്ടക്കയത്ത് തന്നെ ദൈവം എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട്. ഞാൻ കുമരകത്ത് ജനിച്ചതുകൊണ്ട് ആമേ, ഞാൻ കുമരകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും, പിന്നെന്തിനാ ചിങ്ങവനത്ത് പോയെന്നറിയിക്കുന്നത്. അങ്ങനെ ദൈവം ചിലരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ പലയിടത്തും ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഇട്ടിട്ടുണ്ട്.
ആമേൻ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഒരുക്കി വെച്ചത് ചിലതിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നത്, ഞാൻ വീട്ടിലിരിക്കാൻ നേരത്ത് ഒരു സഹോദരി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ആ സമയത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സില്ല. പക്ഷേ ഒരു ധൃതി കൊണ്ട് ഞാൻ അല്പനേരം പ്രാർത്ഥിക്കാനിരുന്നു. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ നേരത്ത് ഇവർ കുറച്ച് കാര്യം എന്നോട് പറഞ്ഞ ഒരു കാര്യത്തിൽ അവർ പറയണം, എൻ്റെ മോൻ്റെ +2 10th റിസൾട്ടിൻ്റെ മാസമാണ് പാസ്റ്ററെ ഇത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്തേക്ക് വേറെ 1-2 ആൾക്കാർ പറഞ്ഞ വാക്കുകൾ വരുവാണ്. അപ്പം ഈ മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഈ മാസം 10th റിസൾട്ട് വരുന്നതാണ്. പിള്ളേരുടെ മുഴുവൻ റിസൾട്ട് വരുന്ന മാസമാണ്. അതുപോലെ 10th റിസൾട്ട് വരുന്ന മാസമാണ്. +2ൻ്റെ റിസൾട്ട് വരുന്ന മാസമാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന മാസമാണ്. സോ ദിസ് ഈസ് എ റിസൾട്ട്. ഈ മന്ത് ഒരു റിസൾട്ടിൻ്റെ മാസം. ഒരു മിണ്ടാതിരിക്കുകയല്ലേ, നിങ്ങളെല്ലാം മിണ്ടാതിരുന്നു. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇതിലേക്ക് എത്തിച്ച ഒരു വചനം എൻ്റെ അകത്ത് വന്നു. ആ വചനമാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. ഹല്ലേലൂയ. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ ആ ദൈവശബ്ദം, വേട് ദൈവസന്നിധിയിൽ വെച്ച് ഒരു ദൂതൻ പറയുവാനിടയായി തീരുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഞാൻ വിശ്വസിക്കുന്നു, ഇതെല്ലാം ഞാൻ മറന്നുപോയതാണ്. പക്ഷെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നിങ്ങളെ വിരൽ ചൂണ്ടിയ ആ ദൂത് ഞാൻ കൈമാറുന്നു. ഇതൊരു റിസൾട്ടിൻ്റെ മാസമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ റിസൾട്ട് നിനക്കൊരു പോസിറ്റീവായിട്ട് വരും. ദർ ഈസ് നോ നെഗറ്റീവ് സിറ്റുവേഷൻ. അതൊരു പോസിറ്റീവായി നിന്നെ എതിരിടാൻ പോവുകയാണ്. ഈ റിസൾട്ട് നിനക്ക് ജയമായിരിക്കും. ഈ റിസൾട്ട് നിനക്ക് ജയമായിട്ടാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കൊച്ചു 3ാം ക്ലാസ്സിൽ ജയിച്ചെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നെന്ന് പറഞ്ഞാൽ റിസൾട്ടിൻ്റെ ഇതൊന്നും കാണിക്കത്തില്ലല്ലോ. ജയിച്ചെന്ന് കൃത്യമായിട്ട് വന്നു. അപ്പോൾ അവൾ തന്നെ, ഞാൻ വീട്ടിലില്ല, ഇളയ മോളെ, അവൾ എന്നെ വിളിച്ച് പറയണേ, എല്ലാത്തിനും A+ അവിടെ ഇട്ട് എല്ലാത്തിനും A+ ഒന്നുമല്ല. അവൾ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇടുകയാണ്. അതുകൊണ്ട് തിരിച്ചു വരുമ്പം എനിക്കൊരു പുതിയ കളിപ്പാട്ടമായിട്ട് വന്നാൽ മതി. ഞാൻ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞ എല്ലാത്തിനും A+ ആണ്? ഇത് എഴുതിയ ഞാനല്ലേ, അതുകൊണ്ട് A+ ആണ്. A+ ഒന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ സന്തോഷമായി, മേടിച്ചിട്ട് വന്നേക്കാം. അപ്പം അവളത് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം നമ്മളിത് ഈ മാസങ്ങൾ സെലിബ്രേഷന് വേണ്ടിയുള്ള മാസമാണ്. ഇനി ഞാൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ഈ മാസം ഒരു റിസൾട്ടിനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും നിനക്ക് ദൈവവചനത്തിനകത്തൊരു റിസൾട്ട് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആ റിസൾട്ട് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഭൂമി നിനക്ക് നന്മകളെ ഒരുക്കിക്കൊണ്ടുവരും. ദൈവവചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സാധ്യത, ആമേൻ, പ്രതീക്ഷിക്കാൻ വകയില്ലാത്തടത്ത് നീ പ്രതീക്ഷിച്ചോണം. പത്രോസിന്റെ, എൻ്റെ മെസ്സേജൊക്കെ പത്രോസ് പ്രതീക്ഷ വെച്ചെടുത്ത് ശൂന്യതയുടെ വല അവസാനം മടക്കി അത് ഹല്ലേലൂയ തുന്നിക്കെട്ടി, കീറിയതെല്ലാം തുന്നിക്കെട്ടി നന്നാക്കി പടകിനകത്ത് വെച്ച് നിരാശയുടെ മുഖത്തിരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, നിന്റെ പടകിനകത്തൊരു നിറവിനെ സ്വീകരിക്കുന്ന ഒരു ദിവസം തന്നെയാണിത്. നിന്നെ നോക്കിയിട്ട് ഇതൊരു പരാജയത്തിന്റെ ദിവസമായിട്ട് തീരുകയില്ല, ഇതൊരു വിജയത്തിന്റെ ദിവസമായി തീരും. ആരോടോ? ഹല്ലേലൂയ, സഭയോടും കർത്താവ് ശക്തിയോടെ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ഒഴിഞ്ഞ പടകുമായിട്ടിരിക്കുന്നവരോട്, ഒഴിഞ്ഞ അനുഭവമായിരിക്കുന്നവരോട് പറഞ്ഞു, അതൊരു നിരാശയുടെ അനുഭവമായി ഈ ദിവസം നീ കടന്നുറങ്ങത്തില്ല, മറിച്ച് അതൊരു നിറവിന്റെ സന്തോഷവുമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെല്ലാം കർത്താവുമായിട്ടൊരു എൻകൗണ്ടറിലേക്ക്, കർത്താവുമായിട്ട് ഈ വിഷയത്തെ ഏകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പരാജയം ഒരിക്കലും അങ്ങനെ തീർന്നു പോകത്തില്ല. അതിനകത്തൊരു നിറവും അനുഗ്രഹവും വെളിപ്പെട്ടിരിക്കും.
അതാണ് നവോമിയുടെ അനുഭവത്തിൽ വെളിപ്പെട്ടത്. രൂത്തിലൂടെ ആ വീട്ടിനകത്ത് കയറി ചെന്നത്, ഒഴിഞ്ഞവളായി ഇറങ്ങിയവളുടെ വീട്ടിനകത്ത് പടിപടിയായി ഉയർച്ചകൾ കയറി വന്നത്. ഹല്ലേലൂയ! അവൾ ദൈവവുമായി അടുക്കുവാൻ തയ്യാറായെന്നുള്ളതാണ്. ഇപ്പകൽ ഈ വിശ്വാസത്തോടെ ദൈവം എനിക്ക് തന്ന ദൂതിനോടൊത്തവണ്ണമായി നിങ്ങളെ ഒന്ന് ഉദ്ബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ! നിന്റെ വിഷയങ്ങളെ നീ കൈകാര്യം ചെയ്യുന്നത് നിർത്ത്. നിന്റെ വിഷയങ്ങളെ ലോകത്തിന് വിട്ടുകൊടുക്കുന്നത് നിർത്ത്. നിനക്കൊരു നാഥനുണ്ട്, നിനക്കൊരു ഹല്ലേലൂയ ഉപനിധിയുണ്ട്. ഹല്ലേലൂയ! അന്ത്യത്തോളം വിശ്വസ്തനായി നിന്റെ കാര്യത്തെ പരിഹരിക്കാൻ അറിയാവുന്ന കർത്താവുണ്ട്. അവൻ്റെ കയ്യിൽ നിന്റെ പരിഹാരത്തിനായി വെച്ചതെല്ലാം അവൻ പരിഹരിച്ച് നന്നാക്കി തരാൻ വിശ്വസ്തനാണ്. കാരണം ഒന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് വിടുക. ഹല്ലേലൂയ! ഒഴിഞ്ഞ പടകുകൾ നിറയട്ടെ. ഹല്ലേലൂയ! ഒഴിഞ്ഞ കുടുംബങ്ങൾ നിറയട്ടെ. ഇതൊരു റിസൾട്ടിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങളുടെ നൽകുമാറാണ്. പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും 6 ദിവസം കൊണ്ടുണ്ടാക്കി. 7-ാം ദിവസം ദൈവം ഒരുക്കി കൊടുത്ത ഭൂമിയിലെ സർവ അനുഗ്രഹങ്ങളും മനുഷ്യൻ അനുഭവിക്കുമ്പോൾ മനുഷ്യനോടുകൂടെ ദൈവവും ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചു. ദൈവവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ച ഒരു സ്വസ്ഥതയുടെ അനുഭവം. ആമേൻ. മനസ്സിലാകുന്നവർക്ക് ഇഷ്ടം. ഏദന്റെ അകത്തേക്ക് ദൈവം ഇറങ്ങി വരുന്നത് ആദമിന് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാനത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള സ്വസ്ഥതയായി ചിന്തിക്കരുത്. അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ, എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ആ അനുഗ്രഹവും അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ പാപത്തിലൂടെ മനുഷ്യനത് നഷ്ടപ്പെടുത്തി കളയുവാനിടയായി തീർന്നു. 2-ാം വാക്യം കൂട്ടിച്ചേർക്കുന്നു. പാപം മുഖാന്തരമായി ദാവീദിലേക്ക് എത്തപ്പെടുകയാണ്. ഇനി ഒരിക്കലും എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്നവൻ കോപത്തിൽ സത്യം ചെയ്തു. ഇതാണ് കൺക്ലൂഷൻ. നാം ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ ഇതിനൊരു പ്രതീക്ഷ ഉണ്ടാകുകയാണ്. അവന്റെ സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനത്തിലുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ആമേൻ. ഈ വചനത്തിനകത്ത് ആദ്യമേ എഴുത്തുകാരൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയം, കർത്താവിനോട് ചേർന്ന് ദൈവം ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ഒരുക്കിയ എല്ലാ നന്മയിലും ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് അസ്വസ്ഥത. പടിപടിയായി മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാ സാധ്യതകളും വെളിപ്പെടും. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവം ഒരു ദിവസത്തേക്ക് ആചരിപ്പാൻ വേണ്ടി പാപത്തിലൂടെ അടുത്തൊരു അനുഭവത്തിലേക്ക് പോയവർക്ക് തന്റെ കോപത്തിൽ സത്യം ചെയ്തിട്ടും അസ്വസ്ഥതയുടെ വെളിപ്പെടുത്തലുകൾ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ദിവസം അനുവദിച്ചു കൊടുക്കും. ഒന്നും അധ്വാനിക്കാതെ സകലതും അനുഗ്രഹമായി ഒരുക്കപ്പെട്ട മനുഷ്യൻ പാപത്തിലൂടെ അധ്വാനത്തിലേക്കും വിയർപ്പിലേക്കും കടന്നുപോയ മനുഷ്യൻ 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം ഈ സ്വസ്ഥതയിൽ കയറി വരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. യഥാർത്ഥ അനുഗ്രഹങ്ങൾ അവിടെയും പ്രാപിക്കാൻ കഴിയാതെ, ആ സ്വസ്ഥതയുടെ യഥാർത്ഥ വെളിപ്പാട് മനസ്സിലാകാതെ, നിയമത്തെ അതേപടി അവരുടെ ലൈഫിനകത്ത് കൊണ്ടുവരികയും അതിൻ്റെ സ്വസ്ഥത മനസ്സിലാക്കാതെ, അതിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാതെ ശബത്ത് എന്നൊരു നിയമമാക്കി അവർ ചുരുക്കിക്കളഞ്ഞു. താഴോട്ട് പഠിച്ചു വരുമ്പോൾ അല്പം കൂടെ മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് വരികയാണ്. ദൈവം കഷ്ടത നിറഞ്ഞ ഒരു 400 വർഷം ഇസ്രായേൽ ജനത്തിന് വേണ്ടി അനുസരണക്കേടിന്റെ ഫലമായി, അബ്രഹാമിന്റെ അനുസരണക്കേടിന്റെ ഫലമായി അവർക്ക് ലഭിക്കുവാനിടയായി. അവിടെ നിന്ന് മോശ മുഖാന്തരം
ലേവ്യനായ മോശ മുഖാന്തരം ദൈവം അവരെ വിളിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിച്ച ഏറ്റവും വലിയ ഇതാണ്, അനുഗ്രഹമാണ്, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. മിസ്രൈം മുതൽ കനാൻ ദേശം വരെ അവർ യാത്ര ചെയ്യുമ്പോൾ ഈ മരുഭൂമി യാത്രയിൽ പോലും ഈ ചൂടോ പ്രതിസന്ധിയോ അവർ അനുഭവിക്കാത്ത രീതിയിൽ എപ്പോഴാണോ വിളിച്ചിറക്കുന്നത് അപ്പോൾ മുതൽ അവർ ആ സ്വസ്ഥതയിൽ കയറണം. സ്തോത്രം ചെയ്യാമോ? കനാൻ ഒരു ബ്ലെസ്സിംഗ് ആണ്, കനാൻ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിലേക്ക് അവർ കയറി ചെല്ലണം. അവിടെ സ്വസ്ഥത അനുഭവിക്കണമെന്നല്ല, മറിച്ച് എപ്പോഴാണോ ഇവർ മിസ്രൈമിനെ വിടുന്നത് അപ്പോൾ മുതൽ ഈ സ്വസ്ഥത അവർ അനുഭവിക്കണം. ഇതാണ് യോശുവയെയും മോശയെക്കുറിച്ചും ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. അവർക്കൊരു സ്വസ്ഥതയിലേക്ക്, ഒരു ശബത്തിലേക്ക്, ഈ വാഗ്ദാനം അവർക്ക് ലഭിച്ചു. വാക്യം വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നു, അവരെ പോലെ രണ്ടാം വാക്യത്തോടെ അവരെ പോലെ നാം ആ സദ്വർത്തമാനം കേട്ടവരാകുന്നു. ഹല്ലേലൂയ. പക്ഷേ അവർ വിശ്വസിക്കായക കൊണ്ട് അവർക്ക് ആ സ്വസ്ഥതയുടെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അവർ തടിച്ച ഹൃദയമുള്ളവരായിരുന്നു, ദൈവത്തോറും മറുതലിക്കുന്ന നാവുള്ളവരായി തീർന്നു. ആമേൻ. എന്റെ തേജസ്സും മിസ്രൈമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് അവിടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. ദൈവം സത്യം ചെയ്തു കൊടുത്തതാണ് എന്താ? കനാൻ ദേശം. ആമേൻ. പക്ഷേ അവർ 10 പ്രാവശ്യത്തോളം ദൈവത്തെ അവർ പരീക്ഷിച്ചു. ദൈവം പരീക്ഷിച്ചെന്നല്ല, അവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇവര് കനാൻ ദേശത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിൽക്കുമ്പോഴും ഇവർക്ക് ആ ദേശത്ത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച ജീവന്റെ നന്മകളേക്കാൾ അവരുടെ ജീവന്റെ ഭയമുള്ളത് കൊണ്ട് അവർ അടിമ വീടായ മിസ്രൈമിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. കൃത്യമായി പറയുന്നു, 20 വയസ്സിൽ താഴെയുള്ളവർ മാത്രമാണ് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച 20 വയസ്സിൽ താഴെയുള്ളവർ മാത്രമാണ് യോശുവയോടും കാലേബിനോടും ഒപ്പമായി കനാൻ ദേശത്തിൽ കയറിയത്. എന്താണ്? മിസ്രൈമിലെ അടിമത്തത്തിന്റെ പഴക്കം, മിസ്രൈമിൽ അനുഭവിച്ച അടിമത്തത്തിന്റെ നോവ് അവരുടെ ഹൃദയം വിട്ട് മാറിയില്ല. പഴയ മനുഷ്യന്റെ, അടിമ മനുഷ്യന്റെ അത് വിട്ടിറങ്ങാൻ അവർ തയ്യാറാകാത്തത് കൊണ്ട് അവർ ആ മരുഭൂമിയിൽ പട്ടുപോയി. വായിച്ച വാക്യം ഇങ്ങനെയാണ്, ദൈവം വാഗ്ദത്തം ചെയ്ത ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, അവർ ദൈവത്തെ അനുസരിച്ചില്ല. അല്ലേ? നിങ്ങൾ കാണ്, എപ്പോഴാണോ മിസ്രൈം അവർ വിട്ടത് അപ്പോൾ മുതൽ ദൈവം അവരുടെ മുമ്പിൽ ശക്തമായ വെളിപ്പാടുകളിലൂടെ പ്രദർശിക്കപ്പെട്ടിരുന്നു. അല്ലേ? ഹല്ലേലൂയ. മരുഭൂമിയിൽ നടന്നു തുടങ്ങുമ്പോൾ അവരുടെ മേലിൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു, രാത്രിയിൽ അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു, മുൻപിലും പിൻപിലും ദൈവദൂതന്മാരുടെ കാവലുണ്ടായിരുന്നു. ചെങ്കടൽ വഴി തുറന്നതുപോലെ ഒരുപാട് വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ അടുക്കടുക്കായി കടന്നു വന്നിട്ടും അവരുടെ മനസ്സൊന്ന് ചേഞ്ച് ആക്കാൻ കഴിഞ്ഞില്ല. ഭക്ഷിക്കുവാൻ കൈ ഉയർത്തുമ്പോൾ കാടപ്പക്ഷിയും രാവിലെ വാതിൽ തുറക്കുമ്പോൾ മന്നയും പുറത്ത് കിടന്നിട്ടും ഹല്ലേലൂയ അവരുടെ മനസ്സവർ ചേഞ്ച് ആക്കിയില്ല. അവിടെ നമുക്ക് മുൻനിർത്തിക്കൊണ്ട് എഴുത്തുകാരൻ പറയാണ്,
അവർ കേട്ടത് അവർ അനുസരിക്കാത്തത് കൊണ്ട് ആ വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ മുമ്പിലും ഈ സ്വസ്ഥത എന്ന വാക്തത്വം കിടക്കുകയാണ്. ആ വാക്തത്വം, അതിൽ പ്രവേശിക്കാൻ ഇപ്പോഴും അവസരം ശേഷിച്ചിരിക്കെ അവരെ പോലെ മനസ്സ് തടിച്ചവരായിരിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ഇറങ്ങി ആ ഭാഗത്തെ ഒന്ന് വിശദീകരിച്ച് ഇറങ്ങി വരാൻ താല്പര്യപ്പെടുന്നു. 7-ാം ദിവസം സന്ധ്യ ആയില്ല, ഉഷസായില്ല, അവസാനിച്ചിട്ടില്ല. ആ ദിവസം തീർന്നോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം തുടങ്ങിയ 1, 2, 3, 4, 5, 6 വരെ ദിവസങ്ങളുടെ കണക്ക് എത്രയാണ്, അതിൻ്റെ ദൈർഘ്യമെന്ന് അറിയത്തില്ല. എങ്കിലും 1-ാം ദിവസം തീർന്നതായി കാണുന്നു, 2-ാം ദിവസം തീർന്നതായി കാണുന്നു, 3-ാം ദിവസം തീർന്നതായി കാണുന്നു, 4-ാം ദിവസം തീർന്നതായി കാണുന്നു, 5-ാം ദിവസം തീർന്നതായി കാണുന്നു, 6-ാം ദിവസവും തീർന്നതായി കാണുന്നു. 7-ാം ദിവസത്തെ ദൈവം വിശദീകരിച്ചു, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. ദിവസം തീർന്നു കാണും, പക്ഷെ അനുഭവം തീർന്നിട്ടില്ല. എന്തനുഭവം തീർന്നത്? ദൈവം മനുഷ്യനോട് ചേർന്നിരിക്കാൻ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ എല്ലാ നല്ലതും മനുഷ്യന് നൽകാനുള്ള ആ സ്വസ്ഥത, അത് തീർന്നില്ല. അത് ഒരിക്കൽ പാപമുഖാന്തരമായിട്ട് ഇനി നിങ്ങൾ പ്രവേശിക്കയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നിന്നൊരു വാഗ്ദാനം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അതിൻ്റെ ഉത്തരം ഇതാണ്: സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ളത് നാളെ എന്നുള്ള ഡേറ്റിലല്ല, ഇന്ന് എന്നുള്ള ഡേറ്റിലാണ്. നമുക്ക് മനസ്സിലായവർക്കായി സ്വാതന്ത്ര്യം. നാളെ അല്ല അതിൽ പ്രവേശിക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടല്ല അതിൽ പ്രവേശിക്കേണ്ടത്, ഇപ്പോഴേ പ്രവേശിക്കുക. എന്ത് സ്വസ്ഥതയിലേക്ക്, എന്ത് സ്വസ്ഥതയിലേക്ക്! ദൈവം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ച സകല നന്മയോടുകൂടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു സ്വസ്ഥത. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വസ്ഥതയില്ലാത്തവരെല്ലാം ഞാൻ ഈ ദൈവവചനത്തിലൂടെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു മൂലം ഒരു സ്വസ്ഥത നമുക്ക് യഥാർത്ഥമായി ദൈവം തരികയാണ്. ഇത് ദൈവത്തോടുള്ള സമാധാനമാണ്. ഒന്നാമത് ഇവിടെ പ്രശ്നം ആര് തമ്മിലാ? പ്രശ്നവും മനുഷ്യനും തമ്മിലല്ല. നിങ്ങൾ നോക്കിക്കോ, പാപം മുഖാന്തരമായി കയറി വന്നപ്പോൾ ആദമും ഹവ്വയും പ്രശ്നക്കാരായി. പഴം, അവിടുത്തെ അനുഭവം പ്രശ്നമായി. അവിടുത്തെ മൃഗം, പാമ്പ് പ്രശ്നക്കാരായി. അതിലുപരിയായിട്ട് യഥാർത്ഥ പ്രശ്നം ദൈവത്തോടായി. ഇതെല്ലാം ഇവരോടൊക്കെയാണ് പ്രശ്നമെങ്കിലും ദൈവത്തോട് അടുക്കാൻ കഴിയാതെ ഇവര് മാറിപ്പോയി. അവര് മാറി ഒരു അത്തിയില കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി അവരുടെ നഗ്നത മറച്ചു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവർ ചെയ്ത തെറ്റ് അവർ മൂടിവെക്കാൻ, അത് പിടിക്കപ്പെടാതിരിക്കാനൊക്കെ ശ്രമിച്ചു. മരത്തിൻ്റെ പുറയിൽ ഒളിക്കപ്പെട്ടു. പക്ഷേ കൃത്യമായിട്ട് ഇവിടെ കാണുന്നു, നമ്മുടെ ഒരു സ്വയനീതിയും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകത്തില്ല. ഹല്ലേലൂയ. ഇതിന് താഴെ കിടക്കുന്ന ഒരു വാക്യമുണ്ട്. നമ്മൾ പലപ്പോഴും ആ വാക്യത്തെ ഉപയോഗിച്ചേക്കുന്ന മൊത്തവും വ്യത്യസ്ത രീതികളിലാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തുലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
ഞാൻ ഈ ഭാഗോടെ വിശദീകരിച്ച് രണ്ടെണ്ണം ഒരുമിച്ച് കൂട്ടിച്ചേർക്കാം. ഒരു സ്വയനീതി കണ്ടെത്തി മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ, ദൈവത്തിൻ്റെ സമാധാനത്തിൽ എത്തിപ്പെടാതെ അവനവൻ നീതീകരിക്കപ്പെട്ട് മാറി നിൽക്കുക. അല്ലേ? നമുക്കെപ്പോഴും ന്യായങ്ങളുണ്ട്, നമ്മുടെ ന്യായങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ദൈവവചനത്തിൻ്റെ സത്യം പറയാം, ഒരു ന്യായം കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റത്തില്ല. കാര്യം ദൈവം മുമ്പിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ദൈവവചനത്തിൻ്റെ മുമ്പിലൂടെയാണ് നമ്മൾ വരുന്നത്. അവിടെ എങ്ങനെയാണ് കാണുന്നത്? അത് പ്രാണനെയും ആത്മാവിനെയും ഭാവങ്ങളെയും വിവേചിക്കും. അവന്റെ മുമ്പിൽ സകലതും തുറന്നു വരും. അവന്റെ കണ്ണിന് സകലവും നഗ്നവും മലർന്നുമായി കിടക്കുകയാണ്. അപ്പം സ്വയനീതികൾ കൊണ്ട്, നമ്മുടെ നീതീകരണങ്ങൾ കൊണ്ട്, നമ്മുടെ സ്വയന്യായങ്ങൾ കൊണ്ട് ഒരിക്കലും കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്കോ സാന്നിധ്യത്തിലേക്കോ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇവിടെ പഴയ നിയമത്തിൽ ഒരു കൂട്ടം സമൂഹം വിശ്വസിക്കാതെ അവർ ന്യായങ്ങൾ കണ്ടെത്തുകയാണ്, അവരുടേതായ ന്യായങ്ങളിലൂടെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ദൈവം പറയാണ്, എൻ്റെ വാഗ്ദാനമാണ് ഇമ്പോർട്ടൻ്റ്. ഒന്ന്, അതിപ്പോഴും അവശേഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതിലേക്കൊരു പ്രവേശനം നിങ്ങൾക്കുണ്ട്. എത്ര പേര് മനസ്സിലാകുന്നു? എൻ്റെ സ്വസ്ഥത ഇന്നും വെയിറ്റിങ്ങിലാ. ഞാനും, അന്നോടി പറഞ്ഞാൽ ഞാനും നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഉണ്ടാക്കിയതല്ല, ഇന്നും വെയിറ്റിങ്ങിലാ. ഇന്നും ആ സ്വസ്ഥതയുണ്ട്. അതിലേക്ക് ഒരിക്കൽ നിങ്ങൾ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്തതാ. പക്ഷെ നിങ്ങൾക്കൊരു വാഗ്ദാനമുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. അത് ക്രിസ്തു മുഖാന്തരാ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് ആ ക്രിസ്തുവിലൂടെയാണ്. സ്വയനീതിയിലൂടെ നിങ്ങൾക്കൊരിക്കലും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ആരാധനയ്ക്ക് വന്ന് പ്രാർത്ഥനയ്ക്കിരുന്ന് എന്നായൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും, എന്നായൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും, ആ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപയിൽ കയറി പിടിക്കണം. എത്ര പേർക്ക് മനസ്സിലാകും? ആ കൃപ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നവും നിലനിൽക്കില്ല. പഴയ നിയമത്തിലെ ആൾക്കാർക്ക് കിട്ടാത്ത ഒരു സൗകര്യം കൂടെ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അവർ കനാൻ ദേശത്തിൽ അവർക്ക് അനുവദിച്ചു തന്ന സ്വസ്ഥതയിടം, ആ ദിവസങ്ങളിൽ ലഭിക്കുന്ന ഭാവങ്ങളെ മനസ്സിലാക്കാൻ, അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ അവർക്കൊരു കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെട്ടത് അവരുടെ തടിച്ച മനസ്സുകൊണ്ടാണ്. എങ്ങനെയും മടങ്ങിപ്പോയി ആ മിസ്രൈമിന്റെ അടിമത്തം വീണ്ടും സ്വീകരിക്കണം, ഇവിടുത്തെ ഫ്രീഡം അനുഭവിക്കാൻ അവരുടെ മനസ്സിലായിരുന്നു. കർത്താവ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തതയുള്ള ഫ്രീഡമാണ്. ഹല്ലേലൂയ. എപ്പോഴാണോ നിങ്ങൾ വിളി കേട്ടത് അപ്പോൾ മുതൽ ആ ഫ്രീഡത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. തടിച്ച മനസ്സുള്ള ഹൃദയത്തോടെ ഇതിനെ സ്വീകരിക്കാതിരിക്കാൻ പാടില്ല. തുറന്ന മനസ്സ്, ഞാൻ പറയുന്നത് ഇച്ചിരി കട്ടിയോടെ ആണെങ്കിലും ഇത് സ്വീകരിക്കാൻ വളരെ ലളിതമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, കൂടെ ഇരിക്കാൻ തയ്യാറായ കർത്താവിൻ്റെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും. അല്പം ആഴത്തിലാണ് ഇത് ചിന്തിക്കുന്നതെങ്കിലും ഹൃദയത്തിനകത്ത് ഒറ്റ ധ്യാനം ഉണ്ടാകട്ടെ. കർത്താവേ, ആദാമിനോട് പറഞ്ഞത്, മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വസ്ഥത ഇന്നും അവശേഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ആ വാഗ്ദാനം എൻ്റെ തലയ്ക്ക് മീതെ ഇരിക്കുന്നത് കൊണ്ട്, ആ അനുഗ്രഹത്തിൻ്റെയും ആ ആശ്വാസത്തിൻ്റെയും ആ സ്വാന്തനത്തിൻ്റെയും ദിനം എനിക്കിന്ന് ലഭിക്കുന്നതിനായി സ്തോത്രം എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ഇന്ന് ഭയങ്കര ഓട്ടത്തിലാണ് എല്ലാവരും. ഓട്ടത്തിനിടയിൽ പാപത്തെക്കുറിച്ചുള്ള ഭയം, ലോകത്തെക്കുറിച്ചുള്ള ആശങ്ക, മരണത്തെക്കുറിച്ചുള്ള ഭീതി,
ഈ വസ്തുതകളെല്ലാം നിറഞ്ഞ മനുഷ്യൻ ദൈവവുമായി ഒത്തിരി അകന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇല്ല മോനെ, നീ ഇവിടെ എന്നെ സ്വീകരിച്ചോ, അന്ന് നിനക്ക് പാപത്തെക്കുറിച്ച് ഭയം വേണ്ട, ലോകത്തെക്കുറിച്ച് ആശങ്ക വേണ്ട, മരണത്തെക്കുറിച്ചുള്ള പേടിയും വേണ്ട. കാരണം എന്തുവാ? ഞാൻ നിത്യജീവനായി നിന്റെ അകത്തേക്ക് കയറിയിരിക്കുക, നിത്യ ആശ്വാസമായി നിന്റെ ഹൃദയത്തിൽ വാണോണ്ടിരിക്കുക, നിത്യസ്വാന്തനമായി നിന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം വ്യക്തതയോട് പറയാം, ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ ഒരു പ്രശ്നവും നിനക്കൊരു പ്രശ്നമല്ലാതായി മാറും. പണം ഉണ്ടാകാതിരിക്കട്ടെ, പണം ഉണ്ടാകട്ടെ, എനിക്ക് യേശു മതി എന്നൊരൊറ്റ വാക്ക് മതി, ബാക്കിയെല്ലാം തന്നെ ഉണ്ടായിക്കോളും. ഇത് വേറൊരു റൂളാകട്ടോ, അമേൻ, ഇത് വേറൊരു നിയമമാകട്ടോ, അമേൻ. പാപം ചെയ്ത മനുഷ്യൻ അധ്വാനിച്ച് സമ്പത്തിനെ കണ്ടെത്തുന്ന ഒരു റൂൾ അല്ലിത്. ഹല്ലേലൂയ. ദൈവം ഓരോന്നിനെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്നത്, ഓരോന്നിനെ നോക്കി നല്ലതെന്ന് പറഞ്ഞപ്പോൾ അത് നല്ലതായി മാറിയത്. എന്തിനാ? എനിക്ക് വേണ്ടി, അനുഭവിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചതായിരുന്നു അത്. ആ രീതിയിൽ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ കടന്നു വന്ന പാപത്തെ എന്നേക്കുമായി പുറത്തേക്കിറക്കി ആ സ്ഥലത്ത് വിശ്രാമത്തിലേക്കിരിക്കുന്ന കർത്താവിനോടൊപ്പം വാഴുന്ന ഒരു സ്വസ്ഥതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ, എനിക്കിതിൻ്റെ ആശയങ്ങൾ കുറവായി മനസ്സിലാക്കണം. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്കൊരു വാക്കുകളെ വീണ്ടും വാഗ്ദാനമായി പറയാണ്. ക്രിസ്തു മുഖാന്തരമായി അന്ന് കർത്താവ് ദൈവം ആദമിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചതുപോലെ ഇന്ന് ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനായി കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം സാധിക്കുമെന്ന വചനം പറയും. നാളെ എന്നുള്ളത് നിനക്ക് വിചാരപ്പെടേണ്ട ദിവസമല്ല. നാളെ എന്നുള്ളത്, നാളെ എന്ന ഡേറ്റ് നിന്നെ നോക്കി വിചാരപ്പെടേണ്ടതാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. മത്തായി സുവിശേഷം നാം വായിക്കാൻ നേരത്ത് അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ നുകം മൃദുവും ലഘുവാണ്. ആ ഭാഗം എവിടെയാണെന്ന് അറിയാമോ? ഒന്ന് വായിച്ചാൽ 11-ാം അധ്യായത്തെ മത്തായി സുവിശേഷം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആരോടാണ് പേര് ഈ ഭാഗം ഒന്ന് ചിന്തിച്ചു പോകണം. ആരോടാ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ. ഇവര് ഇങ്ങനെ ആയിരുന്നോ റൂള്? അല്ല. സകലത്തിനെയും നോക്കി കർത്താവ് നല്ലതെന്ന് പറഞ്ഞ് നമുക്ക് ആ കർത്താവിനോട് കൂടെ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പക്ഷെ പാപമുഖാന്തരമായി മനുഷ്യന്റെ ലൈഫ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി മാറ്റപ്പെട്ടപ്പോൾ യേശുക്രിസ്തു വന്ന് പറയാണ്. എങ്ങനെയാ പറയുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നാൽ യഥാർത്ഥ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. എന്റെ നുകം മൃദുവും, എന്റെ നുകവും മൃദുവും എന്റെ ചുമട് ലഘുവാകും. പഴയ നിയമത്തിൽ എടുത്താ പൊങ്ങാത്ത കൽപ്പനകൾ ചുമന്ന് ഒരു ദിവസത്തെ ഫോളോ ചെയ്ത പരീശന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞ കാര്യമാണ്, എടുത്താ പൊങ്ങാത്ത ഒരു നുകമായിട്ട് നിങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഞാൻ പറയാം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവാകും. ഇന്ന് പകല് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇതെടുത്താൽ പൊങ്ങാത്ത ഒരു സംഭവമായിട്ട് നിങ്ങൾ കരുതണ്ട. വളരെ ലളിതമാണ്. കാരണം വിശ്വസിക്കാത്ത ഒരു കൂട്ടം വലിയൊരു തകർച്ചയിലേക്ക് പോയപ്പോൾ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത തലമുറ ആ ആശ്വാസത്തിലും സ്വസ്ഥതയിലേക്കും പ്രവേശിച്ചു.
അതുകൊണ്ടാണ് ആ വാക്യം അവിടെ കൊണ്ട് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിനകത്ത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളവന് ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുകയും ആകുന്നു. ഇത്തരം ഭാവം അവിടെ വചനം എന്നൊരു ഭാഗം കിടക്കുന്നു. നോക്കി അവിടെ കിടക്കുന്ന എന്തുവാ? ദൈവവചനം ഇരുവായത്തിലുള്ള വാളാണ്. അത് മൂർച്ചയുള്ളതാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നതാണ്. ശരിയല്ലേ? അതിൻ്റെ 13ാമത്തെ വാക്യത്തിലേക്ക് എത്താൻ നേരത്ത് ആ വചനം അവൻ എന്നൊരു പേരിലേക്ക് മാറുകയാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ ആശയത്തിലൂടെ തന്നെ വരുന്നത് സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മരണവുമായി കിടക്കുക. ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇനി കർത്താവിന്റെ മുമ്പിൽ പലതും ഒളിച്ചു വെച്ചവരാണെങ്കിൽ നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സകലത്തിനും പരിഹാരമുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു വക്കീലും, ഭൂമിയിൽ ഒരു വക്കീലിനും നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്നാ? ജഡ്ജിക്കെല്ലാം അറിയാം. കാരണം ജഡ്ജിക്ക് ഈ ചെയ്ത കുറ്റം മൊത്തം അറിയാം. അതുകൊണ്ട് ഒരു വക്കീലിന്റെ കാര്യമില്ല. ഇവിടെ ജഡ്ജി തന്നെ വക്കീലായി മാറുന്ന ഒരു ദിവ്യ അനുഭവം ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ജഡ്ജി തന്നെ അവിടെ ന്യായം നടത്തുന്ന ആള് തന്നെ ഒരു ഭാവത്തിലേക്ക് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അവൻ വന്ന് നമുക്ക് വേണ്ടി വാദിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, ഇവൻ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. ഇവിടെയാണ് ഈ നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നു. ഒരു ചോദ്യത്തിനും മറുപടിയില്ല. എല്ലാം നിന്നുകൊണ്ട് കേട്ടോണ്ടിരിക്കുക. പക്ഷെ അവസാനങ്ങളിൽ ഒന്ന് യേശു പറയുന്നൊരു കാര്യമുണ്ട്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇവരറിയാതാണോ ക്രൂശിക്കുന്നത്? അറിയത്തില്ല. യഥാർത്ഥമായിട്ട് ശരിക്കും അറിയത്തില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്തു വന്ന പാപത്തെ വരെ, അറിഞ്ഞുകൊണ്ട് ചെയ്തു വന്ന കുറ്റത്തെ മൊത്തവും യേശു കർത്താവ് പറയാ, അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഒരു വക്കീലായിട്ട് പിതാവിന്റെ മുമ്പിൽ യേശു ക്രിസ്തു നിൽക്കുന്ന നിൽപ്പ, ഞാൻ ഇവർക്ക് പരിഹാരമാണ്, ഇവരുടെ കുറ്റം ഞാൻ ഏറ്റിരിക്കുന്നു, ഞാൻ ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു. ഇവരുടെ മുമ്പിൽ ആ കുറ്റം നിലനിൽക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷി നമുക്ക് സപ്പോർട്ട് നൽകാത്തടുത്ത് നമുക്കൊരു സപ്പോർട്ടായി യേശു കർത്താവ്. ഞാൻ പറയുന്നത് എത്ര മനസ്സിലാകുന്നുണ്ട്? മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ കുറ്റബോധമാണ്. കുറ്റബോധം. തിരിച്ചു കയറാൻ പറ്റാത്ത, ഇറങ്ങിപ്പോയ, സ്വസ്ഥതയ്ക്കകത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആദാം തലമുറകൾ തിരിച്ച് ആ സ്വസ്ഥതയ്ക്കകത്തേക്ക് കയറാൻ വയ്യാത്ത ഒരു കുറ്റബോധത്തിൽ നിർമ്മിതമായ മനസ്സ്. അവന്റെ മനസാക്ഷിയെ തന്നെ ചതിക്കുന്ന ന്യായങ്ങളും നീതികളും അവൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അത്തിയിലെ പോലത്തെ നീതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറ, നിനക്ക് അത്തിയിലല്ല വേണ്ടത്, നിനക്ക് ആദമിന്റെ കുറ്റം കൊണ്ടാണ് ഹൗവ നീ പറിച്ചു തിന്നതെന്നോ, ഹൗവയുടെ കുറ്റം കൊണ്ടാണോ നീ പറിച്ചു തിന്നതെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സെൽഫ് റൈച്ചസ്നെസ്സും അല്ല നിനക്ക് വേണ്ടത്. നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ നഗ്നത യഥാർത്ഥമായി മറയ്ക്കാൻ പറ്റുന്ന ഒരു മരം നിനക്ക് വേണ്ടി ഉണ്ട്. അത് കാൽവറിയിലെ കുരിശാണ്. അതുകൊണ്ട് ഇവിടെ ആ വചനം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല. എല്ലാ ഭാവങ്ങളും തുറന്നു വരും.
പക്ഷെ അവിടെ കൊണ്ട് തീരെയല്ല. വാക്ക് അവസാനിക്കുന്നത് ഇങ്ങനെ, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. 14, 15, 16 നമുക്ക് പ്രത്യാശ നൽകുന്ന വാക്യാണ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തുകൂടി കടന്നുപോയൊരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം, നമുക്ക് ലഭിച്ച വാഗ്ദത്തം, നമ്മളെ ഉൾക്കൊണ്ടത് മുറുകെ പിടിക്കുക. നമുക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ, വായിച്ചേ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കെ ചെല്ലുക. യേശുക്രിസ്തുവിനെ ഒരു മഹാപുരോഹിതനെ അവതരിപ്പിക്കുകയാണ്. അതിന്റെ തൊട്ടു മുമ്പിലുള്ള പാരഗ്രാഫ് യേശുക്രിസ്തു വചനമായിട്ട് നിൽക്കുമ്പോൾ സകലതും അവന്റെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിട്ടും ഒരു കുറ്റവും നിന്റെ മേൽ ചാർത്തി നൽകാതെ നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായിട്ട് നിലനിൽക്കുകയാണ്. ആ സ്വീകാരം മുറുകെ പിടിച്ചാൽ ഇങ്ങനെ അവസാന വാക്യം പറഞ്ഞു, അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരു കളങ്കവും ഒരു പ്രശ്നവും സ്വീകരിക്കാതെ, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വരിക. എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. പക്ഷെ ഒരു കാര്യം കൃത്യതയോടെ പറഞ്ഞണം, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പരിഹാരത്തിന് പോകരുത്, ക്രിസ്തുവിന്റെ മുമ്പിൽ മാത്രമേ വരാവുള്ളൂ. കേട്ടെ ഇതിന്റെ ഏറ്റവും വലിയ അനുഭവം ഇവിടെ കിടക്കുന്നത്. ഇതെല്ലാം കൊണ്ട് നിങ്ങൾ സ്വന്തമായി പരിഹരിക്കാൻ ശ്രമിക്കരുത്. ജോഷിച്ച സ്വന്തമായല്ല പരിഹാരം. കണ്ണടച്ചാൽ തൊട്ടടുത്തൊരു അപ്പന്റെ സ്നേഹത്തോടുകൂടെ യേശു ഇറങ്ങി വരും. ഹല്ലേലൂയ. കുറ്റബോധം കൊണ്ട് ഹൃദയം ആരുടെ മുമ്പിൽ, അപ്പനും അമ്മയുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടു വരുമ്പോഴും കണ്ണടച്ചാൽ അവിടെ ആശ്വാസമായി കർത്താവിന്റെ കൃപ ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനെ യഥാർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ബുദ്ധി നമുക്കുണ്ട്. 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ആ കുറ്റം ക്ഷമിക്കപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും അവിടെ വന്നിരിക്കും, ഇല്ലേ? രാവിലെ എന്നാ തെറ്റ് ചെയ്താൽ ഇവിടെ വന്ന് 2 ആമയും പറഞ്ഞു കഴിയുമ്പോൾ മൊത്തം പോയെന്നുള്ളതാണ്. അങ്ങനെയല്ല അത് പോകുന്നത്. സഹായത്തിനുള്ള കൃപ പ്രാപിക്കുന്ന പിതാവിന്റെ മുമ്പിൽ പുത്രൻ നമുക്ക് വേണ്ടി ഇരിക്കുന്നെന്നുള്ള ബോധ്യം വേണം. ഇന്ന് പകല് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. കൃപ പ്രാപിപ്പാനും കരുണ ലഭിപ്പാനും, എന്തിനാ? ആ യഥാർത്ഥ സ്വസ്ഥത അനുഭവിപ്പാൻ നിങ്ങളുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് അറിയത്തില്ല, എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് അറിയത്തില്ല. അല്പം കൂടെ സിമ്പിളായി ഇതിനകത്തുള്ള ആശയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോശുവ ഒരിക്കൽ യോശുവയും കാലേബും അപ്പുറം ചെന്ന് കനാൻ ദേശത്ത് കിടക്കുന്ന യഥാർത്ഥ നന്മകളെ കണ്ടെത്തി. അതിലെ മുന്തിരിക്കൊലയൊക്കെ ആയിട്ട് ചുമന്നുകൊണ്ട് വരുമ്പോൾ കുറച്ച് പേര് പറയാണ് നല്ലതാണ്, പക്ഷെ അത് നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല, നമുക്ക് കിട്ടത്തില്ലത്. കാരണം അവർ കണ്ടത് അവിടുത്തെ ശക്തന്മാരായ പടയാളികളെ കണ്ടത്. പക്ഷേ കാലേബും യോശുവയും ഉറക്കെ പറയുകയാണ്, ഇല്ല, അത് നമ്മുടെ അവകാശമാണ്, അത് നമുക്ക് പ്രാപിക്കാനുണ്ട്. മറുതലിച്ച് പഴയ നിയമത്തിൽ പോലെ പട്ടുപോകാനല്ല. 1-ാം വാക്യം, ഈ 4-ാം അധ്യായത്തിന് 1-ാം വാക്യം പറഞ്ഞു, ഇത് വാഗ്ദാനമായി ഇന്ന് നിലനിൽക്കുകയാണ്. എന്ത് വാഗ്ദാനം? 6 ദിവസം അധ്വാനിച്ച ശേഷം, 6 ദിവസം പ്രവൃത്തി ചെയ്ത ശേഷം, പ്രവൃത്തി അവസാനിപ്പിച്ച് ദൈവം ഉണ്ടാക്കിയ മനുഷ്യനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ച ദൈവവും ദൈവത്തിൻ്റെ അനുഗ്രഹവുമായി ദൈവം വെയിറ്റിംഗിൽ നിൽക്കുന്ന സ്വസ്ഥതയുടെ അനുഭവങ്ങൾ അനുഭവിക്കുവാൻ. ഹല്ലേലൂയ.
എഫെസ്യ ലേഖനം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്ന, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹിച്ചാലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാം റിസർവ് ചെയ്യപ്പെട്ട് കർത്താവ് വെയിറ്റിങ്ങിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വചനം ഞാൻ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, ഈ ഭൂമിയിൽ വെച്ച് നീ അനുഭവിക്കേണ്ടതും മാനസിക ശാരീരിക സൗഖ്യങ്ങളുണ്ട്, ഉയർച്ചകളുണ്ട്. കർത്താവ് തൻ്റെ രാജ്യത്തിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന ദൈവീയ സ്വസ്ഥതകളുണ്ട്. റോമാലേഖനത്തിനകത്ത് പറഞ്ഞ് കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നോട് സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്ന് ദൈവത്തിലുള്ളത് സ്വീകരിക്കാൻ കഴിയാതെ ഒരകലം വിട്ട് സഞ്ചരിക്കുന്ന മനുഷ്യനെ നോക്കി പറയാണ്, ഇപ്പോഴും ഞാനും നീയും അകന്ന് ജീവിക്കപ്പെടേണ്ടവരല്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട, ആ സ്വസ്ഥതയ്ക്കകത്ത് നിൽക്കേണ്ടവരാണ്. ഇന്ന് പകല് മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിലെ വിശ്വാസികളോട് ഞാൻ പറയുന്നു, ശാബത്ത് ദിവസം അനുഷ്ഠിക്കാൻ ഒരു തലമുറ തയ്യാറായി. അവർ ഇന്നും ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇന്ന് അത് ഞായറാഴ്ചയായാലും തിങ്കളാഴ്ചയായാലും കർത്താവ് സന്ധ്യയായി ഉഷസ്സായി അവസാനിപ്പിച്ചിട്ടില്ല. അനുഭവം നിനക്ക് വേണ്ടി വിശദീകരിച്ച് അനുഭവിക്കാൻ വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അത് അവശേഷിക്കപ്പെടുകയാണ്. ആരെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടോ? ആരെങ്കിലും അനുസരിക്കുന്നവരുണ്ടോ? ആരെങ്കിലും കൃപ പ്രാപിപ്പാൻ വേണ്ടി കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുന്നവരുണ്ടോ? സ്വയനീതിയിലൂടെ ആരെങ്കിലും അത് വിട്ടുകളയുന്നുണ്ടോ? ആരെങ്കിലും വിട്ടുകളയാതെ കയറി വരുന്നുണ്ടോ എന്ന് കർത്താവ് ഇന്നും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കമോൺ, നിനക്ക് നിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ആ സ്വസ്ഥത അനുഭവിക്കുവാൻ, നിൻ്റെ ചർച്ചിലിരുന്നു കൊണ്ട് ആ സ്വസ്ഥത അനുഭവിക്കുവാൻ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യം, വിട്ടുപിരിയാത്ത ദൈവകൃപയുടെ വ്യവസ്ഥയിലേക്ക് നിങ്ങൾക്കും പ്രവേശിക്കാൻ മരണത്തിന് ശേഷമല്ല, ഇപ്പോഴേ 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 കഴിയും. പരിശുദ്ധ പിതാവേ, ഞാൻ പ്രാർത്ഥിച്ച് ഈ വചനത്തിൻ്റെ വെളിപ്പാട് എല്ലാ ഹൃദയങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പരിശുദ്ധാത്മാവ് വീണ്ടും അവരുടെ മുമ്പിൽ വിളമ്പ